ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം മച്ചാന്മാരെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ FF ന്യൂ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് മിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അവിടെ ബ്രോ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ കുറേ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇടം മിഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈസ്റ്റർ എഗ്ഗിൻ്റെ അകത്തൊക്കെ കുറേ അധികം മിഷൻ ഉണ്ടല്ലോ, നല്ല കിഡിലനാല മിഷൻ. അങ്ങനെ ഒരു കിഡിലനാല മിഷനാണ് നമുക്ക് ന്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മിഷൻ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോൾ അങ്ങനെയാണ് ഈ മിഷൻ കംപ്ലീറ്റിൻ്റെ പ്രൂഫാണ് അവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യില്ല ട്രിക്കും കാറിലൊക്കെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആട്ടോ. അപ്പം നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ BR റാങ്ക്ഡ് ആണോ പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ BR ക്ലാസിക് ആണ് പ്ലേ ചെയ്യേണ്ടത്, സ്കോഡായിട്ടാണ് പ്ലേ ചെയ്യേണ്ടത്, സോളോ ആയിട്ടാണ് പ്ലേ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ അധികം ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ടാവും, നീ നിർത്ത്, ഫസ്റ്റ് എങ്ങനെയാണ് മിഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാനൊക്കെ കുറേ ആൾക്കാർ അറിഞ്ഞു. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഫസ്റ്റിൽ തന്നെ ഞാൻ മിഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ M9070 ഉള്ളൊരു ഗണ്ണുണ്ടല്ലോ. അപ്പോൾ ആ ഗണ്ണ് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിപ്പിലും കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ക്ലിപ്പിൽ വീഡിയോൻ്റെ അകത്ത് ചെറിയൊരു ഫോട്ടോ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഗണ്ണുണ്ടാവുക. ആ ഗണ്ണ് നമ്മൾ ഫസ്റ്റ് തന്നെ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മളെ കുതിരനെ എടുക്കുക. അപ്പോൾ കുതിര ഇല്ലാതെ ഈ മിഷൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ കുതിര എടുക്കുക. കുതിര എടുത്തുകൊണ്ട് ഈ ഗണ്ണ് വെച്ചുകൊണ്ട് നമ്മളൊരു 4 എനിമിനെ ടോട്ടലായിട്ടൊരു 4 എനിമിനെ നമ്മൾ ഫിനിഷ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ഗണ്ണ് വെച്ചുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഗണ്ണൊന്നും മാറിപ്പോവില്ലേ. അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ടൈമിലൊക്കെ ഒരു പക്ഷേ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, 4 എനിമി നമ്മൾ കില്ല് ചെയ്യുന്ന ടൈമിൽ ഈ മിഷൻ വളരെയധികം സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബ്രോ സിമ്പിൾ. ഇത് കുറച്ച് ടാസ്ക് ആണല്ലോ. അതുപോലെ കുറേ ആൾക്കാർ ഈ ഇത്ര സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ബാക്ക് അടിച്ചുകൊണ്ട് ഇപ്പം തന്നെ FF പ്ലേ ചെയ്തുകൊണ്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പോകാൻ നിൽക്കുന്നതോടെ എനിക്ക് പറയാനൊരു കാരണം നോക്കുക, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പോകാൻ നോക്കുക. ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കാണേണ്ടി വരും, ഫുള്ള് കാണേണ്ടി വരും. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വല്ല ട്രിക്ക് ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മിഷൻ നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുമ്പോൾ തന്നെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്പായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൃതിയുള്ള ആൾക്കാർ പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വലിച്ചു നീട്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഫുള്ള് കണ്ടുകൊണ്ട് മിഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് 2 ഓപ്ഷനിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് BR റാങ്കിളിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബാറ്റർ റോയിൽ നമ്മളെ ക്ലാസിക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സോളോയിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരിക്കലെങ്കിൽ നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നെക്സ്റ്റ് അപ്ഡേറ്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ സ്കോഡ് ചൂസ് ചെയ്യുക ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾ ബാറ്റർ റോൾ ചൂസ് ചെയ്യുക, ക്ലാസിക് കേട്ടോ. BR ചൂസ് ചെയ്തതിന് പണി കിട്ടും, എന്ന് വെച്ചാൽ BR റാങ്കിൻ്റെ കൂട്ട് അറിയുന്നത് നല്ല ടഫായിട്ട് മാറും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ക്ലാസിക് ചൂസ് ചെയ്യാൻ നമുക്ക് മാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബെർമൂഡ തന്നെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ള മാപ്പിൽ നമുക്ക് കുതിര എവിടെയാണെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ആയൊരു പൊസിഷൻ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ബെർമൂഡയൊക്കെ കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ലത്. ഓക്കെ, അപ്പോൾ ബെർമൂഡയാണ് ഞാൻ സെലക്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക, നമുക്ക് മാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞ ഗണ്ണുണ്ടല്ലോ. ഓക്കെ, ആ ഗണ്ണ് വെച്ചുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഗണ്ണ് നമുക്ക് ഫസ്റ്റ് തന്നെ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാ ഗണ്ണ് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൽ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ M9071 ഈ ഡബിൾ പിസ്റ്റൽ ഗണ്ണാട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഗണ്ണ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഫിനിഷ് ചെയ്യാൻ, എനിമിനെ കില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുന്നല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ ഗണ്ണ് എങ്ങനെ കിട്ടാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ സ്കോഡായിട്ടുള്ള പ്ലേ ചെയ്യുന്നത് ആ ടൈമിൽ ഫുള്ള് റാൻഡം പ്ലേയേഴ്സിൻ്റെ കൂടെ പ്ലേ ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് തന്നെ ഫുള്ള് ആഡ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാൻ നോക്കുക. അവരോട് മിഷൻ പറഞ്ഞുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞുകൊണ്ട് പ്ലേ ചെയ്യാൻ നോക്കുക. അങ്ങനെ പറയാൻ നമുക്ക് എന്തായാലും മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ സാധാരണയായിട്ട് അവർ മാച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ പോകും. അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ മൈക്കൊക്കെ ഓൺ ചെയ്തുകൊണ്ട് പറയാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു മറ്റൊരു മൊബൈലിലാണ്, എൻ്റെ ഒരു അക്കൗണ്ട് വെച്ചിട്ടാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ കുറേ ആൾക്കാരുണ്ട്, നമ്മൾ ഇപ്പോൾ ചാനൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. എങ്കിപ്പോൾ ഞാനിവിടെ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് യൂസ് ചെയ്യാനൊരു കാരണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു തരാം.
അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഐഡിയ ആണ്, നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുക, നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ നേരെ മാറ്റിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരും പീക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ M9070 ആ ഗണ്ണ്, ആ ഡബിൾ പിസ്റ്റലാല ഗണ്ണ് വേണം. അപ്പോൾ നമ്മൾ എവിടെ ലൂട്ട് ചെയ്താൽ നമുക്ക് ആ ഗണ്ണ് കിട്ടാനേ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗറിനെ നൈസായിട്ട് തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പം നമുക്ക് കറൻലി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ റിവൈവ് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് റിവൈവ് ആയിട്ട് വരുമല്ലോ, ആ ടൈമിലാക്കാൻ നമ്മളെ കയ്യിൽ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് അതും നമ്മൾ ടീമായിട്ട് 400 ടോക്കൺ വെച്ച് പൊക്കുമല്ലോ, 400 ടോക്കൺ വെച്ചുകൊണ്ട് വെൻഡ് മെഷീൻ പൊക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പൊക്കുന്ന ടൈമിലാക്കാൻ നമ്മളെ കയ്യിൽ ആ ഡബിൾ പിസ്റ്റൽ M9070 അല്ല ആ ഡബിൾ പിസ്റ്റൽ ഗണ്ണ് വരാം. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ എനിമിൻ്റെ മുന്നിൽ പോയിട്ട് ചാവാൻ നോക്കുക. അപ്പോൾ എന്തായാലും കറൻലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മാച്ചിൽ കുറച്ച് കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സിപ്പ് ലൈൻ വെച്ചുകൊണ്ട് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം എന്താണ്, അപ്പോൾ എന്തുകൊണ്ടാണ് എനിമിൻ്റെ മുന്നിൽ ഞാൻ പോയി ചാവാത്തുള്ള കാര്യം പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സിപ്പ് ലൈൻ്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്ത് ചാവാനുള്ള ഒരു അറ്റൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവസാനം ഞാൻ ഡെഡായിട്ടുണ്ട്, നോക്കായിട്ടുണ്ട്, ഞാൻ നേരെ ഡെഡായിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് എൻ്റെ ന്യൂബ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അവൻ ഏതോ ഒരു ബോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫോണാണ്. അപ്പോൾ അതിൽ പോയിക്കൊണ്ട് നേരെ നമ്മൾ റിവൈവ്, ഇപ്പോൾ സ്കോഡ് ആവുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിവൈവ് ആവും, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, അറിയിക്കാരോ. അപ്പോൾ ഡുവോലും നമുക്ക് ആ അഡ്വാൻറ്റേജ് ഇല്ല കേട്ടോ. അപ്പോൾ ഡുവോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെ തോന്നുന്നു. ഞാൻ എന്തായാലും ഡുവോ ട്രൈ ചെയ്ത് നോക്കില്ല, സ്കോഡിൻ്റെ കാര്യം നല്ലത്. അപ്പോൾ ബാക്കി 2 പ്ലേയേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് അക്കൗണ്ടിൻ്റെ മൊബൈലുകളാണ്, ബാക്കി 2 അക്കൗണ്ട് റാൻഡം പ്ലേയേഴ്സ് ആട്ടോ, ബായികളാക്കാനും മാക്സിമം ബായികളാക്കാനും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര ടൺ ഡെഡ് ആയാലും എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് വെച്ചുകൊണ്ട് പൊക്കാല പ്ലാനിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് സെക്കൻഡ് ആയിട്ട് ലാൻഡ് ചെയ്ത ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ കയ്യിൽ ആ ഗണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിവൈവ് ആയിട്ട് വരുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ ഗണ്ണ് വരും, M9070 എന്നുള്ള ഡബിൾ പിസ്റ്റൽ ഗണ്ണ് വരും. നെക്സ്റ്റ് ആയിട്ട് ഏറ്റവും പ്രധാനമായ കാര്യം നോക്കുക, കുതിര ഉണ്ടോ നോക്കുക. ഇപ്പോൾ പീക്കിൽ തന്നെ നമ്മൾ കുതിരൻ്റെ സ്പോട്ട് എല്ലാവർക്കും അറിയിക്കണം, പീക്കിൽ തന്നെ ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന കുതിരൻ്റെ സ്പോട്ട്. അപ്പോൾ ഈ ഗണ്ണ് നമ്മളെ കയ്യിലുണ്ട്. നെക്സ്റ്റ് ആയിട്ട് കുതിര എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഗണ്ണുകൾ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തിനാ ബ്രോ മറ്റുള്ള ഗണ്ണുകൾ, നമുക്ക് ഈ ഗണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിമിനെ കില്ല് ചെയ്യേണ്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ഗണ്ണിൽ വളരെ ലിമിറ്റഡ് ആയാലും കുറച്ച് ആമോ മാത്രമേ ഉണ്ടാവുക. അപ്പോൾ അവിടെ തന്നെ ആമോ കിട്ടാനും പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നെക്സ്റ്റ് നിങ്ങൾ കുറച്ച് ഗണ്ണുകൾ ഏറാമായിട്ടോ ഷോർട്ട് ഗണ്ണായിട്ടോ കുറച്ച് ഗണ്ണ് നിങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഗണ്ണ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്, കിട്ടിയ ഗണ്ണ് എടുക്കാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ എനിമിനെ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ല, എനിമിന് മുന്നിൽ പോയിക്കൊണ്ട് എന്തെങ്കിലും ചാവാന്ന്, ഞാൻ സിപ്പ് ലൈൻ വെച്ചിട്ട് ചത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഫുള്ള് ബോട്ട് പ്ലെയേഴ്സാണ്. അപ്പോൾ സംഭവം എളുപ്പമായിട്ടുണ്ട്, കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ച് ടഫായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്, അവന്മാർ നമ്മളെ കുതിരൻ്റെ മുകളിൽ തന്നെ അടിച്ചിടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലെക്കാണ്, ഫുള്ള് ബോട്ട് അക്കൗണ്ട് കേട്ടോ. അപ്പോൾ 2-3 മാച്ചിലായി ബോട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ഈ പിസ്റ്റൽ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നോക്ക് ചെയ്ത ശേഷം നമ്മൾ മറ്റുള്ള ഗണ്ണ് വെച്ചുകൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക, എന്താ വെച്ചാൽ ആമ നമുക്ക് സേവ് പറ്റും. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഹെഡ് ഷോട്ട് അടിക്കാനും നോക്കുക. അങ്ങനെ നമുക്ക് ബോട്ടൊക്കെ ആകുമ്പോൾ ബോട്ട് പ്ലെയറൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്ലെയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഹെഡിന് എയിം വെച്ചുകൊണ്ട് എനിമിൻ്റെ ഹെഡിന് എയിം വെച്ചുകൊണ്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാവും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മറ്റുള്ള ഗണ്ണ് വെച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടീമേറ്റിനോട് ഫിനിഷ് ചെയ്യാനും പറഞ്ഞാലും മതി, അതിക്കും നല്ല ഇങ്ങനെ തന്നെ ഫിനിഷ് ചെയ്യാൻ നല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആമോ കുറേ അധികം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗണ്ണ് മാറാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ 4 കില്ല് അടിച്ചു, എന്തുകൊണ്ട് മിഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് കില്ല് വേറെ ഏതെങ്കിലും ഗണ്ണ് വെച്ചുകൊണ്ട് കില്ല് ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 4ഉം 5ഉം പറ്റുന്നത്ര അതിൽ ആമോ വെച്ചുകൊണ്ട് പറ്റുന്നത്ര കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഞാനിവിടെ എൻ്റെ 3ാമത്തെ കില്ലും ഇവിടെ എൻ്റെ ഗണ്ണ് വെച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളിവിടെ കാണുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ആമോ വേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആമോ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ ഡബിൾ പിസ്റ്റൻ്റെ ആമോ കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കിട്ടുമെന്ന് പോലും അറിയില്ല കേട്ടോ. കിട്ടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ കിട്ടാമെന്ന് കമൻറ്റ് ചെയ്യുക. വെൻഡിങ് മെഷീനിലൊന്നുമില്ല, അത് ലൂട്ട് അടിക്കുന്ന ടൈമിൽ കിട്ടുന്നില്ല. ഓക്കെ, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4 കില്ലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ ഫുള്ള് ബോട്ട് പ്ലേയേഴ്സാണ് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ ബ്രോ ബോട്ട് പ്ലേയേഴ്സ് വന്നു വെച്ചാൽ നമ്മൾ സെക്കൻഡ് അക്കൗണ്ടില്ല, അപ്പോൾ അതന്നെ ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കഴിഞ്ഞാൽ FFലെ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ നല്ല സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടില്ല, അപ്പോൾ അത് അത്യാവശ്യം ലെവൽ കുറഞ്ഞ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ നാളായിട്ട് പ്ലേ ചെയ്തിട്ടും കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ബോട്ട് പ്ലേയേഴ്സ് ആകാരം വരാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ സെക്കൻഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ട്
ലെവൽ കുറഞ്ഞ അക്കൗണ്ട് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ആയിട്ട് എടുത്ത അക്കൗണ്ടിൽ പ്ലേ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് സ്കോഡ് നമുക്ക് ക്ലാസിക് മാച്ചൊക്കെ പ്ലേ ചെയ്യാൻ ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ റാങ്ക്ഡ് മാച്ചൊക്കെ പ്ലേ ചെയ്യാനാണ് മിനിമം ലെവലൊക്കെ വേണ്ടത്. അപ്പോൾ ക്ലാസിക് ആവുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന എല്ലാ മാച്ചും ഫുള്ള് ബോട്ട് പ്ലേയേഴ്സ് ആക്കാരും. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഐഡിയും കാർഡിലൊക്കെ. നെക്സ്റ്റ് ആയിട്ട് കുതിരൻ്റെ പൊസിഷന്, കുതിര ഏതൊക്കെ ഭാഗത്താണ്, മാപ്പിൽ ഏതൊക്കെ ഭാഗത്താണ് കുതിര ഉണ്ടാവും എന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ബെർമുഡ മാപ്പിൽ ഏതൊക്കെ ഭാഗത്താണ് കുതിര ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ ആടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുകൊണ്ട് നിങ്ങൾ കുതിരൻ്റെ പൊസിഷനും കാലമൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഫോൺ ഓപ്പൺ ചെയ്തുകൊണ്ട് എടുത്താലും അത് കുഴപ്പമൊന്നുമില്ല, മിനിമൈസ് ചെയ്തുകൊണ്ട് എടുക്കാനൊക്കെ പറ്റും, വലിയ ബുദ്ധിമുട്ടുള്ള കാരണമല്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ 4ാമത്തെ എനിമിനി ഇവിടെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കണ്ട 4 എനിമിനെ തട്ടിയിട്ട് നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് 4 എനിമിനെ തട്ടിയ ഈ ഗണ്ണ് വെച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 4 5 എനിമിനെ തട്ടാൻ നോക്കുക. ഗണ്ണ് വെച്ചുകൊണ്ട് ആമോ ഉണ്ടാവില്ല, 5 6 കൂടുതലൊന്നും കില്ലടിക്കാൻ ആമോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, വീഡിയോ കുറച്ച് കട്ട് ചെയ്തിട്ട് ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ഇപ്പോൾ തെറ്റരിക്കുണ്ടാകും ബൂയി അടിക്കണം എന്നൊന്ന്. ഓക്കെ, ബൂയി അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നിങ്ങൾ 4 കില്ല് ഓക്കെ നമ്മൾ കുതിരിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ആ ഗണ്ണ് വെച്ചുകൊണ്ട് 4 കില്ലടിച്ചാൽ മതി. ആ ടൈമിൽ നമ്മുടെ മാച്ച് ഉണ്ടാവും നോക്കട്ടോ, ബാക്ക് അടിച്ചൊന്നും വരല്ലേ. മാച്ച് ഫുള്ള് കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ മിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ആ പോപ്പപ്പ് വന്നിട്ടുണ്ട്, അച്ചീവ്മെൻറ്റ് മിഷൻ കംപ്ലീറ്റ് ആയെന്ന്. അപ്പോൾ അതിൽ വലിയ പ്രൂഫ് എനിക്ക് കാണിക്കാനില്ല. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ്. അപ്പോൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് 100 പോയിൻ്റാണ് കിട്ടാവുന്നത്. പലർക്കും എന്തായാലും ഇമോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം വരെ എല്ലാവർക്കും മാക്സിമം എന്തായാലും 8000 പോയിൻ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു പോയിൻ്റാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കിഡിലെ മിഷനാണ് അവത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബോട്ട് പ്ലേയേഴ്സ് വരുന്ന വഴിയടക്കം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അധികം ആൾക്കാർ ആരും അറിയാത്തൊരു മിഷൻ കൂടിയാണ്. നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ട എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഏകദേശം 10-200 കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൾറെഡി അച്ചീവ്ഡ് ബൈ 0 ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. ഒറ്റ ആൾക്കാർ പോലെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ വളരെയധികം അറിയാത്തൊരു മിഷനാണ്. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പോയിന്റ് എടുക്കാൻ നോക്കുക. ന്യൂ ആയിട്ട് വല്ല മിഷൻ വരാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ റെഡിയും കൂടെ ഒക്കെ നാളത്തെ വീഡിയോ, ഈ ചാനൽ തന്നെ നാളെ വീഡിയോ വരും, അതിലകം റെഡിയും കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മളെ സെക്കൻഡ് ചാനൽ ഇന്ന് റെഡിയും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല, നാളൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.